സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നഴ്സറി മുതൽ, അതായത് LKG മുതൽ +2 വരെയുള്ള സ്കൂളിംഗ് പാഠ്യ പദ്ധതി അല്ലെങ്കിൽ പഠനക്രമം, അതിൻ്റെ സംഘാടനം, ഇതേക്കുറിച്ചൊക്കെ പഠിക്കാൻ, അതെങ്ങനെ പരിഷ്കരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഖാദർ കമ്മിറ്റി 3 അംഗങ്ങളാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭ തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് നടപ്പാക്കാൻ സാധിക്കുന്നത് ഏതൊക്കെയെന്ന് നിശ്ചയിച്ച് നടപ്പാക്കാൻ ശ്രമിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാദർ കമ്മിറ്റി കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് നിയോഗിക്കപ്പെട്ടതാണ്. ഖാദർ കമ്മിറ്റി പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഏതാണ്ട് 3 വർഷത്തോളം ആകുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മന്ത്രിസഭ അത് പരിഗണിക്കുന്നത്. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ആദ്യഘട്ടം നേരത്തെ തന്നെ സമർപ്പിച്ചിരുന്നു. അത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയും അത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും അവസാനം അന്തിമ റിപ്പോർട്ട് വരുന്നത് വരെ നടപ്പാക്കരുത് എന്ന് കോടതി നിർദ്ദേശിക്കുകയും തൽക്കാലം സർക്കാർ അത് നടപ്പാക്കുന്നത് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പൂർണ്ണ റിപ്പോർട്ടാണ് സംസ്ഥാന മന്ത്രിസഭ പരിഗണിക്കുകയും തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഏത് പഠന റിപ്പോർട്ട് വന്നാലും സ്വാഭാവികമായി ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളണം എന്ന് ആവശ്യപ്പെടുന്നവരും ഉണ്ട്. മറുഭാഗത്ത് അതിലെ ചില വശങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ പ്രായോഗികമാകുക എന്ന സംശയം ഉന്നയിക്കുന്നവരുണ്ട്. ചില വിഭാഗങ്ങൾ ചില റിപ്പോർട്ടിൻ്റെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ സമയക്രമം പോലുള്ള ഭാഗങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലും അതിൻ്റെ ശുപാർശകളും പ്രായോഗികമായി അത് നടപ്പാക്കുമ്പോൾ സംഭവിക്കാനിടയുള്ള പ്രയാസങ്ങളുമൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് KV മനോജ്, മുൻ റിസർച്ച് ഓഫീസറാണ്, സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ മുൻ റിസർച്ച് ഓഫീസർ കൂടിയായ, ഇപ്പോൾ വയനാട് വടുവഞ്ചാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന KV മനോജാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതുവരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയെ സമൂലമായി പരിഷ്കരിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്ന് പ്രാഥമികമായി തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന ബഹുമുഖമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങള് എല്ലാം ഈ റിപ്പോർട്ട് അഡ്രസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് ബേസിക്കലി ഘടനാപരമായ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ മാറ്റങ്ങൾ എന്ന നിലയിലാണ് ഞാനതിനെ കാണുന്നത്. കാരണം ഇതില് ആദ്യത്തെ ഘട്ടത്തിൽ 2019 കൊടുത്തത് ഈ റിപ്പോർട്ടിന്റെ 1ാം ഭാഗമാണ്. ആ 1ാം ഭാഗത്തിൽ പ്രധാനമായിട്ടും ഘടനാപരമായ പരിഷ്കാരങ്ങൾ, സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഈ ഖാദർ കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നത്. 2ാമത്തെ പാർട്ട് ഈ വിദ്യാഭ്യാസ അക്കാഡമിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2ാമത്തെ പാർട്ടാണല്ലോ ഇപ്പൊ നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് 2 വർഷം മുമ്പ് കൊടുത്തതാണ്, പക്ഷെ പുറത്തുവിട്ടത് ഇപ്പോൾ മാത്രമാണ്. അപ്പോ ഇത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഇക്വിറ്റിയുടെയോ പിന്നെ തുല്യതയുടെയോ അല്ലെങ്കിൽ ആക്സസിബിലിറ്റിയുടെയോ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെയോ പോലെയുള്ള വളരെ അടിസ്ഥാനപരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ സമീപകാലത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന വലിയൊരു പ്രശ്നങ്ങളിൽ ഒന്ന് കഴിഞ്ഞ 2-3 വർഷമായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ കുറഞ്ഞു വരുന്ന കുട്ടികളുടെ എണ്ണമാണ്. ഏതാണ്ട് 1 ലക്ഷത്തിനും മീതെ കുട്ടികളുടെ എണ്ണം ഈ വർഷവും നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുത്ത്, വായന, ഗണിതം പോലെയുള്ള മേഖലകളിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ വിവിധ കമ്മിറ്റി റിപ്പോർട്ടുകളും ദേശീയ തലത്തിലുള്ള പഠനങ്ങളും വെളിവാക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുപോലെ സമാനമായി മലബാർ മേഖല നേരിടുന്ന ചില വിദ്യാഭ്യാസ പ്രശ്നങ്ങളുണ്ട്. ഹയർ സെക്കൻഡറിയിലൊക്കെ ആൾക്കൂട്ട ക്ലാസ് മുറികളും കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്തത് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന കുട്ടികൾ അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് മത്സര പരീക്ഷകളിൽ നമ്മുടെ മോശപ്പെട്ട പെർഫോമൻസിന്റെയും ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൽ നിന്ന് പോകുന്ന വിദേശങ്ങളിലേക്ക് പോകുന്ന മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന കുട്ടികൾ, അങ്ങനെ പോകുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതുപോലെയുള്ള
അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ഒന്നും ഈ റിപ്പോർട്ട് അഡ്രസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്തരം പ്രശ്നങ്ങളൊന്നും ഈ റിപ്പോർട്ടിൽ എവിടെയും പരാമർശിക്കപ്പെടുന്നതായിട്ടും തോന്നിയിട്ടില്ല. റൈറ്റ്. ഈ റിപ്പോർട്ടിൻ്റെ ഒരു സാലിയൻ ഫീച്ചേഴ്സ്, നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം വായിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു സാലിയൻ ഫീച്ചേഴ്സ് പല മാധ്യമങ്ങളിൽ വന്നത് നമ്മൾ പരിഗണിക്കുമ്പോഴും ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ബോർഡിൻ്റെ കീഴിലേക്ക് എല്ലാം കൊണ്ടുവരിക, അതായത് ഇപ്പോൾ ഹയർ സെക്കൻഡറിക്ക് ഒന്ന്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഒന്ന്, ഹൈസ്കൂൾ തലം വരെ ഒന്ന് എന്നിങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം അതെല്ലാം കൂടെ ഒന്നാക്കുക എന്നുള്ളതായിരുന്നു ഒരു ഒന്നാം ഘട്ടത്തിലെ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശമായിട്ടുണ്ടായിരുന്നത്. അതായത് ലോവർ KG മുതൽ +2 വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ട്രീമുകളും ഒരു വകുപ്പിന് കീഴിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഒറ്റ തലവൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലെ ശുപാർശയായിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ ക്ലാസ് മുറികളിൽ എത്ര കുട്ടികൾ വരെ ആകാം, എത്ര കുട്ടികൾ വരെ ഒരു സ്കൂളിലാകാം, ക്ലാസ്സിൻ്റെ സമയക്രമം എങ്ങനെ ക്രമീകരിക്കാം, അതുപോലെ മൂല്യനിർണ്ണയ രീതിയിൽ എങ്ങനെ മാറ്റം വരുത്താം, തുടർ മൂല്യനിർണ്ണയത്തിൽ എങ്ങനെ പരിഷ്കാരം വരുത്താം, അധ്യാപകരുടെ പരിശീലന രീതികൾ എങ്ങനെ മാറ്റിയെടുക്കാം, പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ എങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മനോജ് മാഷ് സൂചിപ്പിച്ചതുപോലെയുള്ള ക്വാളിറ്റേറ്റീവ് സംഗതികളെക്കുറിച്ചുള്ള വിമർശനാത്മകമായ വിലയിരുത്തലുകളോ നിർദ്ദേശങ്ങളോ ഈ സാലിയൻ ഫീച്ചേഴ്സിലൊന്നും കണ്ടതായിട്ട് ഞാനും ഓർക്കുന്നില്ല. അതില് എനിക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പോ ഈ നമ്മൾ ലോകമെങ്ങും വിദ്യാഭ്യാസം, നമ്മളിപ്പോ ഫിനിഷ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെയാണല്ലോ പലപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പറയാറുണ്ട്. ഈ ഫിൻലൻഡ് പോലെയുള്ള അല്ലെങ്കിൽ ഒരു യൂറോസെൻട്രിക് ആയിട്ടുള്ള മോഡൽസ്, ഒന്നാമത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു മോഡലൊന്നുമില്ല. വിദ്യാഭ്യാസം ഒരു നാടിന്റെ സ്വത്വബോധത്തിൽ നിന്ന്, ഒരു നാടിന്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പ്രക്രിയ രൂപം കൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രദേശത്തിന് പറ്റിയൊരു മോഡൽ വേറൊരു പ്രദേശത്തിന് പറ്റിയതായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോ ഞാനൊരു ഉദാഹരണം പറയുന്നത്, അപ്പൊ ഈ ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങൾ, മറ്റു രാജ്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. വിദ്യാഭ്യാസപരമായി മുന്നേറിയ രാജ്യങ്ങളൊക്കെ തന്നെ വികേന്ദ്രീകരണത്തിനാണ് വലിയ പ്രാധാന്യം നൽകുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഇതിനു മുമ്പുള്ള അനന്തമൂർത്തി, ആദരണീയനായ മരിച്ചുപോയ ശരീരനായ എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനും ഒക്കെ ആയിരുന്ന UR അനന്തമൂർത്തി സാറ്, അദ്ദേഹം MG യൂണിവേഴ്സിറ്റി VC ആയിരുന്നു, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിലുണ്ട്. ആ റിപ്പോർട്ടിൽ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ക്വാളിറ്റിക്ക്, വിദ്യാഭ്യാസത്തെ ക്വാളിറ്റിയുടെ കോണ്ടെക്സ്റ്റിലായാലും സ്ട്രക്ചറിന്റെ കോണ്ടെക്സ്റ്റിലായാലും എപ്പോഴും വികേന്ദ്രീകൃതമായിട്ടുള്ള രൂപങ്ങളാണ്, വികേന്ദ്രീകൃതമായ വ്യവസ്ഥയാണ് വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിക്ക് നല്ലതെന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് പ്രൈമറിക്ക് പ്രത്യേക ഡയറക്ടറേറ്റ് വേണമെന്നാണ്. പ്രൈമറിക്ക് പ്രത്യേക ഡയറക്ടറേറ്റ് വേണമെന്ന് പറയാൻ കാരണം, പ്രൈമറി ഒരു പ്രത്യേക ഘട്ടമാണ്. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസ പണ്ഡിതർ, വിചക്ഷണർ, മനഃശാസ്ത്രജ്ഞർ മുന്നോട്ട് വെച്ചിട്ടുള്ള വിദ്യാഭ്യാസ ഘട്ടങ്ങളുണ്ട്. അപ്പൊ ആ ഘട്ടങ്ങളെ ഒന്നും പരിഗണിക്കാതെ എല്ലാ ഘട്ടങ്ങളെയും കൂടെ ചേർത്ത് വെക്കുന്നതൊക്കെ തന്നെ മനഃശാസ്ത്രപരമായി ശരിയാണോ എന്നുള്ള ചോദ്യമുണ്ട്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ പ്രൈമറി, സെക്കൻഡറി, ആ പ്രൈമറിയിൽ തന്നെ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഈ ഘട്ട വിഭജനം യഥാർത്ഥത്തിൽ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങളാണ്. കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങൾ പോലെ തന്നെ അത് കുട്ടികളുടെ മാനസിക വൈകാരിക ഘട്ടങ്ങൾ കൂടിയാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ നമ്മൾ ഈ പറയുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ പ്രായത്തിനും കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്കും അനുസരിച്ചിട്ടുള്ള ഘട്ടങ്ങളാണ് ലോകമെങ്ങുമുള്ള വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ഇതിനെല്ലാം കൂടി ഒന്നാക്കി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോ ഈ ഒന്നാക്കലിനേക്കാൾ ഉള്ളത് നമ്മൾ ഇതിനെ ഫ്രാഗ്മെന്റൽ ആയിട്ടല്ല കാണേണ്ടത്. അങ്ങനെയാണ് ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. ഈ വികേന്ദ്രീകരണത്തെ അവർ കാണുന്നത് വിഘടിതമായിട്ടാണ്. അത് തന്നെ ആണല്ലോ ഇവിടെയും സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് വിഘടിതമല്ല, അത് വികേന്ദ്രീകൃതമാണ്. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് ഒരു പ്രൈമറി സ്കൂളും ഒരു സെക്കൻഡറി സ്കൂൾ, LP മുതൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളും പിന്നെ പ്രൈമറി പ്രത്യേകമായി നിൽക്കുന്ന ഒരു സ്കൂളും എടുക്കുക. തീർച്ചയായിട്ടും പ്രൈമറി പ്രത്യേകമായി നിൽക്കുന്ന സ്കൂളിലായിരിക്കും ഗുണനിലവാരം ഉണ്ടാവുക എന്നുള്ളത് സംശയമില്ല. കാരണം കുറച്ചുകൂടി ഫോക്കസ്, കുറച്ചുകൂടി അറ്റൻഷൻ നമുക്ക് വികേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിൽ സാധ്യമാവുന്നുണ്ട്.
പക്ഷെ എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ക്വാളിറ്റിയുടെ ഒരു ഇനിഷ്യേറ്റീവിലാണെങ്കിൽ യൂറോപ്പിലെ രാജ്യങ്ങളിൽ, ലോകത്ത് വിദ്യാഭ്യാസത്തിൽ മുന്നേറിയ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന സമീപനം ഏകീകൃതമായ വ്യവസ്ഥയല്ല, കേന്ദ്രീകരണമല്ല, വികേന്ദ്രീകരണമാണ്. സത്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്നത് ഇതേ കേന്ദ്രീകരണമല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എതിർക്കാൻ പറ്റുക? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എല്ലാത്തിനെയും കേന്ദ്രീകരണത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേരളം എതിർക്കുന്നു എന്ന് പറയുന്നു, അതേസമയം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിർദ്ദേശിക്കുന്ന കേന്ദ്രീകരണം നടപ്പിലാക്കുകയും ചെയ്യും. അത് വൈരുദ്ധ്യമല്ലേ? റൈറ്റ്. ഞാനിത് ചോദിക്കുമ്പോൾ, ഇത് പറയുമ്പോൾ പിന്നെ എന്ത് ന്യായമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം, അല്ലെങ്കിൽ ഓഫ് ലൈറ്റ് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ് ഈ ലോവർ KG മുതൽ ഈ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. അവിടെയാണ് കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാവുക. അവരെ കൂടുതൽ കെയർ ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ടാണ്. അവർ കൂടുതൽ ഭാഷ കൈകാര്യം ചെയ്യാനും അതിലേക്ക് കൂടുതൽ താല്പര്യപ്പെടാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലം അതാണ് എന്നൊക്കെ നമ്മൾ വേറൊരു നിലയ്ക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്ന ആശയങ്ങൾ വേറൊരു നിലയ്ക്ക് നടക്കുന്നുമുണ്ട്. അപ്പം പിന്നെ ഏത് കാരണത്താലാണ് ഇതിങ്ങനെ ഒറ്റ സ്ട്രെച്ചിലേക്ക്, ഒറ്റ കമ്പാർട്ട്മെൻ്റായിട്ട് കൊണ്ടുവരണം? അതാണ് കുറെ കൂടെ യുക്തിസുഭദ്രം എന്നീ കമ്മിറ്റിക്ക് തോന്നാനുള്ള കാര്യം എന്താണ്? അല്ല, അതിന് കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വയ്ക്കുന്ന ഘടന എന്താണ്? 5+3+3+4 എന്ന് പറഞ്ഞ ഘടനയാണ്. നമ്മൾ അതിനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 1 to 8 എന്ന് പറയുന്ന ഒരു ഘടനയും 9 to 12 എന്ന് പറയുന്ന ഒരു ഘടനയും. അപ്പൊ അത് ഇവിടേക്ക് വരുമ്പോൾ 1 to 7 എന്ന് പറയുന്ന ഒരു ഘടനയും 8 to 12 എന്ന് പറയുന്ന ഒരു ഘടനയാണ്. അത് കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മാറ്റം നമ്മളെ മൊത്തത്തിൽ കാണുമ്പോൾ ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് എന്താ വെച്ചാൽ, ലോകമെങ്ങും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവുന്ന ഒരു എഡ്യൂക്കേഷൻ മാനേജ് ചെയ്യപ്പെടാനുള്ള, എഡ്യൂക്കേഷൻ മാനേജ് ചെയ്യപ്പെടാനുള്ള ഒരു ചരക്കാണെന്നൊക്കെ പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവും. ആ ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റം അത് പ്രധാനമായും ഇക്കണോമിക് ടേംസിലാണ്, അത് എഡ്യൂക്കേഷന്റെ കോണ്ടെക്സ്റ്റിലല്ല. അതുകൊണ്ടാണ് നമ്മൾ അറിവിന് പകരം നൈപുണികളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത്. നമ്മള് ഈ അടിസ്ഥാന ശാസ്ത്രത്തിന് പകരം അപ്ലൈഡ് ശാസ്ത്രത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നത്. അപ്പൊ ഇതൊരു യാദൃശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഇന്റർനാഷണലി ഈ ലോകത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെ ബേസിക് ആയിട്ടുള്ള ചിന്ത എഡ്യൂക്കേഷനിൽ പണം ചെലവഴിക്കുന്നത് പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു ചെലവാക്കലാണ്. ഇന്ത്യയിൽ തന്നെ നോൺ മെറിറ്റ് ഗുഡ് ആയിട്ട് എഡ്യൂക്കേഷനെ കണ്ട പോളിസി ഉണ്ട്. 2000-ലെ അംബാനി ബിർള കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ എഡ്യൂക്കേഷനിൽ പണം ചെലവഴിക്കുന്നത് കുറയ്ക്കുക, ലോകമെങ്ങും, ഇന്ത്യയിലായാലും ലോകത്തായാലും കേരളത്തിലായാലും. അപ്പൊ സ്വാഭാവികമായിട്ടും അധ്യാപകരുടെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒറ്റ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് സൗകര്യമാണ്. കൂടുതൽ സൗകര്യങ്ങൾ സ്കൂളുകളിൽ ഒരുക്കേണ്ട ആവശ്യമില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതില്ല. കുട്ടികളുടെ ഉള്ള സൗകര്യങ്ങൾ നമുക്ക് വിനിയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ, പുതിയ ലാബുകൾ, പുതിയ ലൈബ്രറികൾ, പുതിയ കളിസ്ഥലങ്ങൾ, പുതിയ അധ്യാപക നിയമനങ്ങൾ ഒന്നും ആവശ്യമാവുന്നില്ല. നിലവിലുള്ള അധ്യാപകരെ കൊണ്ട് തന്നെ നമുക്ക് 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ആ അധ്യാപകരിൽ എക്സസ് ആവുന്ന ആളുകളെ കൊണ്ട് അതിന് താഴേക്കുള്ള ക്ലാസ്സുകളിലേക്ക് കൊണ്ടുപോകാമെങ്കിൽ നമുക്ക് പുതിയ അധ്യാപക നിയമനങ്ങൾ ആവശ്യമില്ല. നമുക്ക് പുതിയതായി സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിലേക്ക് ഒരു പണവും ചെലവഴിക്കേണ്ടതില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ ഒരു അക്കാദമിക താല്പര്യങ്ങൾക്ക് അപ്പുറമുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ ലോകമെങ്ങും വിദ്യാഭ്യാസത്തിൽ കടന്നു വരുന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ ഇമ്പാക്ട് കേരളത്തിലും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരള വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അതിന് പറയാനുണ്ട്. ഇപ്പോഴുള്ള സ്റ്റാർസ് പദ്ധതിയുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന DPEP ഉണ്ട്. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള, എന്തുകൊണ്ടാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, നമ്മൾ ഈ പദ്ധതികളൊക്കെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഇതൊക്കെ ഒരു പൈലറ്റ് സ്റ്റഡി പോലും നടത്തുന്നില്ല. നമ്മളൊരു ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തുന്നില്ല. ഒരു എൻവയോൺമെന്റൽ പ്രോജക്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് പോലും നമ്മൾ സത്യത്തിൽ ഒരു ഇമ്പാക്ട് അസസ്മെന്റ് നടത്തും. ഒരു പ്രോജക്റ്റിന് മുമ്പ് വിദ്യാഭ്യാസത്തിൽ കേരളത്തിൽ ഒരു ഇമ്പാക്ട് അസസ്മെന്റും ഇല്ല, ഒരു നീഡ് അസസ്മെന്റ് നടക്കുന്നില്ല.
സത്യത്തിൽ എഡ്യൂക്കേഷനിൽ അത് നടക്കണ്ടേ? ഇത് ആരാണോ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു നീഡ് അസസ് ചെയ്യാതെ, അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് അസസ് ചെയ്യാതെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് കുട്ടികളിലേക്ക് നടന്ന പരീക്ഷണങ്ങൾ, ഞാൻ നോട്ട് സ്പീക്കിംഗ് അബൌട്ട് എനി ഗവൺമെന്റ്, എന്നൊരു ഗവൺമെന്റിനെ കുറിച്ചേ അല്ല ഈ വർത്തമാനം. കേരള വിദ്യാഭ്യാസത്തിന്റെ പൊതുപ്രതലത്തിൽ നിന്നുകൊണ്ട് ഏത് ഗവൺമെന്റുകളോ ഏത് പൊളിറ്റിക്സോ ആയിക്കൊള്ളട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നീഡ് അസസ് ചെയ്യാതെ, ആവശ്യകത പഠനം നടത്താതെ, ഒരു ഇമ്പാക്ട് അസസ് ചെയ്യാതെ നമ്മൾ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി ചർച്ചകളോ സംവാദങ്ങളോ വേണ്ടത്ര അക്കാഡമിക് ആയിട്ടുള്ള ഡിബേറ്റ്സും ഇല്ലാതെ, ഒരു വലിയ ഡിബേറ്റിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഒരു ഭാഗത്തുകൂടി പറയുകയും, എന്നാൽ അതൊന്നുമില്ലാതെ നിയമസഭയിൽ പോലും ചർച്ച ചെയ്യാതെ നമ്മൾ ഓർഡിനൻസ് ആയി ചെയ്യുകയും ചെയ്യും. ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെയാണോ കേരളം ആകേണ്ടത്? അങ്ങനെ അല്ലല്ലോ. കേരളം ഒരു സംവാദാത്മക സമൂഹമാണ്, ജനാധിപത്യ സമൂഹമാണ്, മതേതര സമൂഹമാണ്. കേരളം കുറെ കൂടി ഇത്തരം കാര്യങ്ങളെ അക്കാദമികമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാക്കിയിട്ട് ആകണമല്ലോ അതിന്റെ നടപ്പിലാക്കലിലേക്ക് പോകേണ്ടത്. അപ്പൊ ഇതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പക്ഷേ ഗവൺമെന്റ് രക്ഷിതാക്കളിൽ നിന്നും, കുട്ടികളിൽ നിന്നും, അധ്യാപകരിൽ നിന്നും, വിദ്യാഭ്യാസ വിദഗ്ധരിൽ നിന്നും ഒക്കെ അഭിപ്രായം തേടുകയും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മിക്കവാറും നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ പല നിർദ്ദേശങ്ങളും അപ്രായോഗികമാണെന്ന് പറഞ്ഞത് കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഞാൻ അവിടെ ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എനിക്ക്. അതിൽ ആദ്യത്തെ കാര്യം, ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ കാലത്തിനനുസരിച്ച്, ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ട് വലിയ സ്കീമുകൾ നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റിൽ മാത്രമല്ല ഒരുപാട് ബജറ്റുകളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാകട്ടെ നമ്മളൊരു നോളജ് എക്കണോമി ആയിട്ട് മാറും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തും എന്ന പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ നൈപുണ്യ വികസനം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രൈം ടാർഗറ്റായി പുതിയ കാലത്തിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് ഈ സ്കിൽ ഡെവലപ്പ് ചെയ്യുക, കുട്ടികളുടെ അല്ലെങ്കിൽ തൊഴിൽ വിപണിയിലേക്ക് എത്തുന്ന ആളുകളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ആവശ്യമായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വാദമോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ അവിടെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സ്കിൽ ഡെവലപ്മെൻറ്റിനൊപ്പം തന്നെ അപ്ലൈഡ് സയൻസസ്, അതായത് ആപ്ലിക്കേഷൻ, ഏത് സാങ്കേതികവിദ്യയാണോ കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് സാധ്യതയുള്ളത് അല്ലെങ്കിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളത് ആ മേഖലയിലേക്ക്, ഇപ്പോൾ അപ്ലൈഡ് സയൻസസിൻ്റെ അല്ലെങ്കിൽ അപ്ലൈഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെയോ ഒരു പ്രാധാന്യവും വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ തിരിച്ചു വെച്ചല്ലേ പറ്റുള്ളൂ. അല്ല, അതിൽ ഒരു പ്രശ്നം, ഇതിന് എത്രത്തോളം യാഥാർത്ഥ്യവുമായി കാര്യങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോ കേരളത്തിലെ VHSCകളിൽ അടക്കം നടപ്പിലാക്കിയ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന NSQF, കേരളത്തിലെ കോളേജുകളിൽ ഉണ്ടായിരുന്ന ASAP പോലെയുള്ള പദ്ധതികൾ, ഇത്തരം പദ്ധതികൾ എന്നും കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് ഉണ്ടായിരിക്കുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മൈഗ്രേഷൻ പോലും സത്യത്തിൽ തൊഴിൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന് വിദ്യാഭ്യാസമായിട്ട് എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി സ്കെപ്റ്റിക്കലായിട്ട് പരിശോധിക്കണം. കാരണം ഇപ്പോ ഈ സ്കിൽ ഇപ്പോ ഈ 2030 കൂടി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ പോപ്പുലേഷൻ ഉണ്ടാകാൻ പോകുന്ന രാജ്യം ഇന്ത്യയാണെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോ അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു ചെറുപ്പക്കാരുടെ പോപ്പുലേഷൻ, ഒരു യങ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടാക്കേണ്ട പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ്. വയോജനങ്ങളുടെ സംഖ്യ വളരെ കൂടിക്കൊണ്ടിരിക്കുകയും ചെറുപ്പക്കാരുടെ സംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ കോണ്ടെക്സ്റ്റിലാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ചേർന്ന് അവരുടെ വിവിധ സമിറ്റുകളിലായിട്ട് മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാടാണ് ഈ തൊഴിൽ ശക്തി, ചെലവ് കുറഞ്ഞ തൊഴിൽ ശക്തിയെ അഥവാ കൂലി കുറഞ്ഞ തൊഴിൽ ശക്തിയെ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെയും ചെലവ് കുറഞ്ഞ തൊഴിൽ ശക്തിയെ ഈ നൈപുണ്യ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, സ്കിൽ എഡ്യൂക്കേഷന്റെ പേരിൽ, അത് ആക്ച്വലി സ്കിൽ എഡ്യൂക്കേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു ട്രേഡ് എഡ്യൂക്കേഷൻ ആണ്. ട്രേഡ് എഡ്യൂക്കേഷൻ എന്ന് പ്യാഷയൊക്കെ വിളിച്ച പോലെ അതൊരു ഒരു ട്രേഡ് എഡ്യൂക്കേഷൻ ആണ്. അതൊരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പോലും അല്ല. അപ്പൊ ഏതെങ്കിലും ഒരു ട്രേഡിൽ, തൽക്കാലത്തേക്കുള്ള ഒരു ട്രേഡിൽ
കുട്ടികളെ ആ ട്രേഡിന് കുട്ടികളെ പഠിപ്പിക്കുകയും ഏറ്റവും പ്രാഥമികമായ അറിവ് മാത്രം കൊടുത്തുകൊണ്ട്, അറിവ് എന്ന് പറയാൻ പറ്റില്ല, സ്കിൽ മാത്രം കൊടുത്തുകൊണ്ട്, നൈപുണ്യം മാത്രം കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ തയ്യാറാക്കുകയും അവര് ഈ യൂറോപ്പിലെ രാജ്യങ്ങൾ, കാനഡ പോലെയുള്ള, US പോലെയുള്ള, മറ്റ് ഓസ്ട്രേലിയ പോലെയുള്ള, UK പോലെയുള്ള രാജ്യങ്ങളിലെ ഏറ്റവും സാധാരണമായ തൊഴിലുകൾ ചെയ്യാൻ അവരെ കൊണ്ടുപോയി അവരെ എഡ്യൂക്കേഷൻ എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പോലും ക്വാളിറ്റി ഇല്ലാത്ത വളരെ മോശമായിട്ടുള്ള കോളേജുകളെന്നോ ഒക്കെ പറയാവുന്ന സ്ഥലങ്ങളിലേക്ക്, കോളേജുകളെന്ന് പോലും പറയാനാവാത്ത ഇടങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു 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 ഫ്രെയിം വർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്രെയിം വർക്ക് നിലവിലുണ്ട്. അതുകൊണ്ടാണ് യൂറോപ്യൻ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്കിന്റെ മറ്റൊരു രൂപമാണ് നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിം വർക്ക്. ഈ ഫ്രെയിം വർക്ക് തയ്യാറാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം അല്ല, ഇന്ത്യയിലായി തയ്യാറാക്കിയത് സ്കിൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് മിനിസ്ട്രിയാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ഒരു റോളും ഇല്ല. അപ്പൊ വിദ്യാഭ്യാസത്തിൽ നിന്ന് അറിവിനെ റീപ്ലേസ് ചെയ്യുക, നോളജിനെ റീപ്ലേസ് ചെയ്യുക, പകരം കേവലമായിട്ടുള്ള സ്കിൽ. നമുക്കിപ്പോ ഗാന്ധിജിയൊക്കെ മുന്നോട്ട് വെച്ച വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ഈ വൊക്കേഷണൽ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പ്രാന്തവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ അരികുവൽക്കരിക്കപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസ് എന്ന് പറയുമ്പോൾ ആദിവാസികൾ, മൈനോറിറ്റീസ്, അതിൽ റിലീജിയസ് മൈനോറിറ്റീസ് ഉണ്ടാവാം, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഉണ്ടാവാം, അതിൽ സാമൂഹ്യമായിട്ടുള്ള മറ്റ് എത്നിക് മൈനോറിറ്റീസ് ഉണ്ടാവാം. ഇവരെയൊക്കെ അടർത്തി മാറ്റി പൊതുവിദ്യാഭ്യാസം അവർക്ക് നിഷേധിക്കുകയും അവരെ കേവലമായിട്ടുള്ള ചില സ്കില്ലുകൾ പഠിപ്പിച്ചിട്ട് പൊതുവിദ്യാഭ്യാസ ധാരയിൽ അവർക്ക് ചെലവാക്കുന്ന പണം അധികപ്പറ്റായി കണ്ടെത്തപ്പെട്ടുകൊണ്ട് അവരെ ഇത്തരം സ്കൂളിലേക്ക് കൊണ്ടുവരിക. ഇത് വളരെ മുമ്പ് ആന്റോണിയോ ഗ്രാംഷി ഇതിനെ കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. ഇറ്റാലിയൻ വിദ്യാഭ്യാസത്തെ മുൻനിർത്തിയും ഗ്രീക്ക് വിദ്യാഭ്യാസത്തെ മുൻനിർത്തിയും അദ്ദേഹം പറഞ്ഞത്, ഗ്രീസിലെ അഭിജാത വർഗത്തിന് അക്കാലത്ത് ക്ലാസിക്കൽ എഡ്യൂക്കേഷനാണ് നൽകിയത്. അവർക്ക് ക്ലാസിക്കൽ എഡ്യൂക്കേഷൻ, അവർക്ക് ജിയോമെട്രി, അരിത്തമെറ്റിക്സ്, അവർക്ക് അതുപോലെയുള്ള സയൻസ് പോലെയുള്ള മേഖലകൾ അവർക്ക്, മറ്റുള്ള ആളുകൾക്ക് കേവലമായിട്ടുള്ള കൈത്തൊഴിലില്ല. അപ്പൊ ഈ വർഗം അങ്ങനെ രണ്ട് വർഗം സൃഷ്ടിക്കുന്നു. ഇറ്റലി മുസോളിനിയുടെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തെ വെച്ചുകൊണ്ട് ഗ്രാംഷി പറയുന്നുണ്ട്, ഇതുപോലെ തന്നെ ഇറ്റാലിയൻ വിദ്യാഭ്യാസത്തിലും അങ്ങനെ ലോകമെങ്ങും ഈ രണ്ടാമത്തെ ധാര വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ വിദ്യാഭ്യാസം എന്ന പേരിൽ കേവലമായിട്ടുള്ള ചില തൊഴിലുകൾ പഠിപ്പിക്കുക, അവരെ ശാസ്ത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അവരെ സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും മാറ്റി നിർത്തുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് നോക്കൂ, 6ാം ക്ലാസ് മുതൽ തൊഴിൽ പഠനം ആവണമെന്നാണ്. ഈ 6ാം ക്ലാസ് മുതൽ തൊഴിൽ പഠിക്കുന്ന കുട്ടി തൊഴിലും പഠിക്കില്ല, അവന് അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടാകാതെ പോകും. അപ്പൊ രണ്ടും ഉണ്ടാവാത്തൊരു തലമുറ ഉണ്ടായി വരും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഖാദർ കമ്മിറ്റി 8ാം ക്ലാസ് മുതലാണ് തൊഴിൽ പഠിക്കണം എന്ന് ശുപാർശ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പണിശാലയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ വർക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്കൂൾ ഒരു വർക്ക് ഷെഡ് ആവണം. ഇത് തന്നെയാണ് അംബാനിയുള്ള കമ്മിറ്റി റിപ്പോർട്ട് വേറെ തരത്തിൽ സ്കൂൾ ഇൻഡസ്ട്രി കണക്ഷൻ എന്ന് പറയുന്നത്. അതല്ല ഇതെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കുട്ടികൾ തൊഴിൽ ആഭിമുഖ്യം വേണ്ടെന്ന് നമ്മൾ ആരാ പറയുന്നേ? കുട്ടികൾക്ക് എന്റർപ്രണർഷിപ്പ് സ്കിൽ വേണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടോ? സംരംഭകത്വ ശേഷി കുട്ടികൾക്ക് ഉണ്ടാവേണ്ടെന്ന് പറയുന്നുണ്ടോ? പക്ഷെ കുട്ടി പഠിക്കേണ്ട ഭാഷ, കുട്ടി പഠിക്കേണ്ട എഴുത്ത്, കുട്ടി പഠിക്കേണ്ട ഗണിതം, കുട്ടി പഠിക്കേണ്ട അടിസ്ഥാനപരമായി കുട്ടി പഠിക്കേണ്ട ആർജിക്കേണ്ട ചില കാര്യങ്ങളില്ലേ ഓരോ ഘട്ടത്തിലും ക്ലാസ്സിലുമൊക്കെ, അത് ആർജിക്കാതെ കേവലമായ തൊഴിലിലേക്ക് കുട്ടിയെ പറഞ്ഞു വിടുന്നത് ആ യന്ത്രത്തിന്റെ അടിമയാക്കി മാറ്റാനല്ലേ സഹായിക്കുള്ളൂ. അപ്പൊ ആ നിലയിൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു വലിയ സെക്ഷനെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് നൈപുണ്യം. ഞാൻ ഒറ്റ എക്സാമ്പിൾ പറയാം. അസാപ്പ് എന്ന് പറഞ്ഞാൽ വലിയ 500 കോടി രൂപയൊക്കെ മുടക്കിയ പ്രോജക്റ്റ് ആയിരുന്നു കേരളത്തിൽ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിച്ചതാ. എന്താണ് അസാപ്പിന്റെ റിസൾട്ട്? നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? അസാപ്പിലൂടെ കേരളത്തിലെ എത്ര കുട്ടികൾ നൈപുണ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശിച്ചു? എന്താ നമ്മൾ കണക്ക് പറയാത്തെ? നമുക്ക് പറയാൻ ബാധ്യതയില്ലേ? നമ്മൾ തിരിച്ചടയ്ക്കുന്ന പണം, നമ്മളിപ്പോഴും അസാപ്പിന് എടുത്ത പണം തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. അങ്ങനെ വരുമ്പോ നമ്മൾ വ്യക്തമാക്കേണ്ടതില്ലേ? ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് നമ്മൾ ഇതിനെ വിധേയമാക്കണ്ടേ? എത്ര കുട്ടികൾ നൈപുണ്യ വിദ്യാഭ്യാസത്തിലേക്ക് പോയി? ഇപ്പൊ തന്നെ പല കോളേജുകളിലും പുതുതായിട്ട് അനുവദിക്കുന്ന കോഴ്സുകൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിൽ ഫിസിക്സ് ഇല്ല, കെമിസ്ട്രി ഇല്ല, പൊളിറ്റിക്കൽ സയൻസോ ഇക്കണോമിക്സോ ഹിസ്റ്ററി ഇല്ല. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഈ അപ്ലൈഡ് സബ്ജക്റ്റുകൾ മതി. എന്നിട്ട് ഈ കുട്ടികൾ എവിടെ എത്തുന്നു? ഇപ്പൊ BO കോഴ്സുകളുണ്ട് കോളേജുകളിലുള്ള
ഈ നമ്മൾ ഈ പറയുന്ന സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന 1 to 10 വരെയുള്ള ലെവലിൽ പെട്ട ഒന്നാമത്തെ 9ാം ക്ലാസ്സിൽ ആരംഭിച്ച് PhD അവസാനിക്കുന്ന ലെവലാണ് 1 to 10 ലെവൽ. ഏതിന്റെ? NSQF ലെവൽ. ഇതില് ലെവൽ 1, 2, 3, 4 5ാമത്തെ ലെവൽ തുടങ്ങുന്ന കോഴ്സാണ് BVOC. ലെവൽ 5, ലെവൽ 6, ലെവൽ 7. BVOC കഴിഞ്ഞ കുട്ടികൾക്ക് എത്ര പേർക്ക് ജോലി കിട്ടി? ഇത് കള്ളത്തരമാണ്. 2018 ശേഷം NSQF കിട്ടിയ കുട്ടികളെ, സർട്ടിഫിക്കറ്റ് ഉള്ള കുട്ടികളെ മാത്രമേ സെൻട്രൽ ഗവൺമെന്റ് ബ്ലൂ കോളർ ജോലികളിൽ തൊഴിൽ കൊടുക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടോ? BVOC കഴിഞ്ഞ കുട്ടികൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മൾ നൈപുണ്യ വിദ്യാഭ്യാസം എന്ന പേരിൽ കേവലമായി കാനഡയിലെയോ ഓസ്ട്രേലിയയിലെയോ ഈ പറഞ്ഞ പിന്നെ ഗാർഡനർമാരായിട്ടോ പ്രായമായ ആളുകളെ നോക്കുന്ന കേന്ദ്രങ്ങളിലേക്കോ പിസ്സ ഹട്ടുകളിലേക്കോ ബാറുകളിലേക്കോ പെട്രോൾ പമ്പുകളിലേക്കോ നമ്മുടെ കുട്ടികളെ തള്ളിവിടുക ചെയ്യുന്നത്. അവിടെ എഡ്യൂക്കേഷൻ നടക്കുന്നില്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു വെർച്വൽ റിയാലിറ്റി, ഒരു പ്രതീതി സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രശ്നത്തെ ഖാദർ കമ്മിറ്റി എങ്ങനെ അഡ്രസ് ചെയ്യുന്നുണ്ടോ? വലിയ 4 ലക്ഷം കുട്ടികൾ ഒരു വർഷമൊക്കെ പോകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള കണക്കുകൾ ഈ പ്രശ്നത്തെ ഒന്നും അഡ്രസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ അല്ല നമ്മൾ എതിർക്കുന്നത്, മറിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന പേരിൽ നടക്കുന്ന ട്രേഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനേ ആവുന്നില്ല. കുട്ടികൾ അത് കഴിയുന്ന കുട്ടികൾക്ക് തൊഴിൽ കിട്ടുന്നില്ല. ആ തൊഴിൽ കിട്ടുന്നുണ്ടോ? ഇപ്പോ NSQF നടപ്പിലാക്കിയ VHSCയിലുള്ള കോഴ്സുകളിലെ ഗാർഡൻ, തോട്ടക്കാരൻ, ടയറിന്റെ മെക്കാനിക്, ടയറിന്റെ പ്രഷർ നിറയ്ക്കുന്ന മെക്കാനിക്, എന്താണ് ഈ അതുപോലത്തെ സമാനമായ കോഴ്സുകളുണ്ട്. സെക്യൂരിറ്റി, സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി. ഈ കേരളം പോലെയുള്ള ഒരു വൈജ്ഞാനിക സമൂഹം, നമ്മൾ നോളജ് എക്കോണമിന്നോ നോളജ് സൊസൈറ്റിന്നോ, പിന്നെ ഒന്നാമത് നോളജ് സൊസൈറ്റി നോളജ് എക്കോണമി ഒന്നല്ല. നോളജ് എക്കോണമി ഒന്നാം തരം ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്, നമുക്ക് സംശയമൊന്നുമില്ല. അത് ചൂഷണാധിഷ്ഠിതമായ ഒന്നാണ്. അതിനെ നോളജ് സൊസൈറ്റി ആക്കി മാറ്റുമ്പോഴായിരിക്കും അത് അർത്ഥവത്തായ ഒരു 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 സാമൂഹ്യ ക്രമത്തിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുക. നോളജ് എക്കോണമി എന്ന് പറയുന്നത് അറിവുള്ളവൻ, അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുകൊണ്ട് പിന്നെ ഫൂക്കോ പറഞ്ഞതുപോലെ അറിവുള്ളവൻ അധികാരിയായി തീരുകയും അധികാരമുള്ളവൻ അറിവ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നോളജ് ഇക്കോണമിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അത് അപകടമാണ്. അത് നമ്മുടെ മാർജിനലൈസ്ഡ് സെക്ഷൻസിനെ, നമ്മുടെ ആദിവാസികളെ, നമ്മുടെ മൈനോറിറ്റീസിനെ, നമ്മുടെ പ്രാന്തവൽക്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ മുഴുവൻ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്ന് ദൂരേക്ക് വലിച്ചെറിയുന്നുള്ള കാര്യത്തിൽ സംശയം. റൈറ്റ്. നമ്മളിത് പറയുമ്പോഴേ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അതിൻ്റെ ഒരു ആശയങ്ങൾ സ്വാംശീകരിക്കുന്ന വിധത്തിലാണ് ഖാദർ കമ്മിറ്റിയുടെ ശുപാർശകൾ വന്നിരിക്കുന്നതെന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയേണ്ടി വരും. അതായത് ഏത് വിധത്തിലാണോ വിദ്യാഭ്യാസത്തെ ഒരു വരേണ്യവർഗത്തിൻ്റെ കൈകളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അറിവ് അധികാരത്തെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിലേക്ക് കൊണ്ടുപോകണോ, അതിന് പാകത്തിൽ ഉള്ള ശുപാർശകൾ ഇതിലുമുണ്ട് എന്ന് നമ്മൾ ഭയക്കണം. തീർച്ചയായിട്ടും ഞാനൊരു ഏറ്റവും കുറഞ്ഞത് എനിക്കൊരു 4-5 എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഒന്ന്, ഈ മാതൃഭാഷാ പഠനം. നമ്മൾ വളരെ ആലങ്കാരികമായി മാതൃഭാഷാ പഠനത്തെ കുറിച്ച് പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് ഈ റീജിയണൽ ലാംഗ്വേജിനെ കുറിച്ചാണ്. അവരുപയോഗിച്ചിരിക്കുന്ന മാതൃഭാഷ എന്ന് പോലുമല്ല, റീജിയണൽ ലാംഗ്വേജ് എന്നാണ്. ഈ മാതൃഭാഷാ പഠനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ ഈ +2 മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷാണ്. അപ്പോ ഇവിടെ പറയുന്നു ഒറ്റ യൂണിറ്റായി മാറുമ്പോൾ നമുക്ക് മാതൃഭാഷയിലുള്ള പഠനം വേണം. എന്റെ ഒറ്റ ചോദ്യം, മാതൃഭാഷയിലാണോ കുട്ടി നീറ്റ് എഴുതേണ്ടത്? മാതൃഭാഷയിലാണോ കുട്ടി JEE എഴുതേണ്ടത്? മാതൃഭാഷയിലാണോ കുട്ടി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള പ്രായോഗികമായ കാര്യങ്ങളല്ലേ കുട്ടി എൻട്രൻസ് പരീക്ഷകൾ എഴുതേണ്ടത്? കുട്ടി ക്ലാസ് എഴുതുന്നത് മാതൃഭാഷയിലാണ്. കുട്ടി ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ കുട്ടിക്ക് പോകണമെങ്കിൽ കുട്ടി പഠിക്കുന്ന മാതൃഭാഷയിലാണ്. ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ പോകണമെങ്കിൽ മാതൃഭാഷയിലാണോ? അപ്പൊ മാതൃഭാഷയെ ഞാൻ മോശമാക്കുകയല്ല, മാതൃഭാഷാ പഠനം ഏത് ഘട്ടം വരെ നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ നമ്മള് ഫിൻലൻഡിനെയും ഫ്രാൻസിനെയും ഇറ്റലിയെയും ജർമ്മനിയും എടുത്തിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ് കമ്പയർ ചെയ്യുന്ന അർത്ഥമില്ല. ഫ്രാൻസിൽ ഫ്രഞ്ച് മതി, ഫ്രഞ്ച് ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജാ. ഫ്രഞ്ച് മതി, ഫ്രാൻസിൽ മാത്രമല്ല അയൽപക്കത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഫ്രഞ്ച് മതിയായിരിക്കും.
ജർമ്മൻ പഠിച്ച ജർമ്മനി മാത്രമല്ല, പോളണ്ട്, ഓസ്ട്രേലിയ പോലെയുള്ള അയൽപക്ക രാജ്യങ്ങളിലും ജർമ്മൻ മതി. അറബിക് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് പഠിച്ചാൽ നമുക്കറിയാം GCC കൺട്രീസിൽ മുഴുവൻ അറബിക് മതി. എന്ന് മാത്രമല്ല, അറബിക് ഈ പറഞ്ഞ പോലെ ഒരു UN ലാംഗ്വേജാണ്. മറിച്ച് നമുക്ക് അതുപോലെ എങ്ങനെ നമ്മൾ മലയാളത്തെ കാണുക? വളരെ ചെറിയ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു 3-3.5 കോടി മനുഷ്യർ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ്. അപ്പൊ ആ ലാംഗ്വേജ് ഇതിലും സംഭവിക്കുന്നത് ഞാൻ പറയാം. എന്താ സംഭവിക്കുക? നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ സ്കോളേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ദളിത് വിഭാഗത്തിൽ നിന്ന്, ST വിഭാഗത്തിൽ നിന്ന് പോലും എത്ര സ്കോളേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് പഠനത്തിലൂടെ സ്കോളേഴ്സായി മാറിയവരാണ്. അപ്പൊ ഇവിടെയും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു എലൈറ്റ് ക്ലാസ് അവർക്ക് മാതൃഭാഷയിലാണെങ്കിലും അവർക്ക് മറ്റേ ലാംഗ്വേജസ് എല്ലാം പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളിലൂടെയും. പക്ഷെ ഈ അവസരം നിഷേധിക്കപ്പെട്ടു പോകുന്നത് ആരായിരിക്കുന്നല്ലോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ ഇംഗ്ലീഷ്, ഇനി ഞാൻ മറ്റൊന്നുകൂടി പറയാം, അവരുടെ മാതൃഭാഷ മലയാളം അല്ലല്ലോ. ഇപ്പൊ നമ്മള് വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളെ എടുക്കുക, അവരുടെ മാതൃഭാഷ മലയാളമല്ല. വയനാട്ടിൽ മാത്രമല്ല, അട്ടപ്പാടി എടുത്താലും അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗങ്ങളുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമല്ല. അല്ല, ഇനി ചോല നായിക്കരുടെ ഭാഷ മലയാളമല്ല, പണിയരുടെ ലാംഗ്വേജ് മലയാളമല്ല, പിന്നെ കുറുമയുടെ ലാംഗ്വേജ് മലയാളമല്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ആരുടെ ഏത് മാതൃഭാഷയെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ മലയാളത്തെ കുറിച്ചാണോ പറയുന്നത്? ഈ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഭാഷയാണോ? സത്യത്തിൽ ഞാൻ പലപ്പോഴും ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഈ തനത് ഗോത്രഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മലയാളമായിട്ടല്ല, ഇംഗ്ലീഷുമായിട്ടാണ്. അവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ അവർക്ക് കുറച്ചുകൂടി ഇടപെടാൻ പറ്റുന്നതോ ഒരുപക്ഷെ മലയാളത്തെക്കാൾ കൂടുതൽ ഇംഗ്ലീഷുമായിട്ടായിരിക്കാം. നമുക്ക് അങ്ങനെയുള്ള സ്കോളേഴ്സ് നമുക്കില്ലേ? ഡോക്ടർ കുഞ്ഞാമനെ പോലത്തെ സ്കോളേഴ്സിനെ നമ്മൾ എടുക്കും, സനൽ മോഹനെ പോലത്തെ ഒരുപാട് എക്സാമ്പിൾസ്. ഞാൻ അങ്ങനെ ആരുടെങ്കിലും പേര് പറയല്ല, എത്രയോ ഡോക്ടർ KS മാധവനെ പോലെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്കോളേഴ്സിനും. അപ്പൊ ഇവരൊക്കെ തന്നെ ഇംഗ്ലീഷ് തുറന്നു കൊടുത്ത വലിയൊരു ജാലകവും. നമ്മുടെ ചുമ്മാ ഇങ്ങനെ ഇംഗ്ലീഷ് ആലങ്കാരികമായി നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ വളരെ കുറച്ച് ചെറിയ പ്രദേശത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജിന് അപ്പുറമുള്ള വാതായനങ്ങൾ നമ്മളിങ്ങനെ പറയാണ്. എന്നാൽ ഇംഗ്ലീഷും ശക്തിപ്പെടുത്തണം. എങ്ങനെ? ഇംഗ്ലീഷ് ശക്തിപ്പെടുത്താനുള്ള മോഡസ് ഓപ്പറാൻഡി എന്താണ്? മറ്റു ഭാഷകൾ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ വഴികൾ എന്താണ്? അത് നിർദ്ദേശിക്കുന്നതുമില്ല. മാതൃഭാഷയെ കുറിച്ച് ആലങ്കാരികമായി നമ്മൾ ഭാഷാ മൗലികവാദം പറയുന്നതിൽ കാര്യമില്ല. കുട്ടിക്ക് ഏത് ഘട്ടം മുതൽ കൃത്യമായി കുട്ടിയെ പിന്നെ മറ്റൊന്ന് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജ് പഠിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ് കുട്ടികളെ കുറിച്ചുള്ള പഠനങ്ങളിൽ 5 വയസ്സ് മുതൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നതല്ലേ നമ്മൾ ഇങ്ങോട്ട് കുട്ടിയുടെ പഠനത്തിനെ ഇങ്ങോട്ട് നീട്ടണമെന്ന് പറയുന്ന സൈക്കോളജി ലോകത്ത് ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു കാലത്ത് മൾട്ടിപ്പിൾ ലാംഗ്വേജ് അക്വിസിഷൻ കുട്ടിക്ക് പറ്റും, ബഹുഭാഷകൾ പഠിക്കാൻ കുട്ടിക്ക് പറ്റും. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ മലയാളം എന്ന് പറഞ്ഞ കുട്ടിയുടെ സാധ്യതകളെ, കുട്ടിയുടെ അവസരങ്ങളെ, കുട്ടിയുടെ അത്തരത്തിലുള്ള മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സാധ്യതകളെ നമ്മൾ പരിമിതപ്പെടുത്താൻ പാടില്ല എന്നല്ല. അപ്പൊ ഈ നിർദ്ദേശം ഉണ്ട്, അതിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പോളിസി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ച് ഈ 2 പോളിസിയിലും ഒരേ സമീപനമാണുള്ളത്. കേന്ദ്രീകരണത്തെ കുറിച്ച് ഇത് 2ലും ഒരേ സമീപനമാണുള്ളത്. ഘടനാ കേന്ദ്രീകൃതവാദത്തെ കുറിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കാബിനറ്റ് കമ്മിറ്റിയിൽ ഒരേ സമീപനമാണുള്ളത്. ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള സമീപനം ഏകദേശം ഒരേ സമീപനമാണ് ഇതിൽ 2ലും ഉള്ളത്. അങ്ങനെ നിരവധി ഇടങ്ങളിൽ ഈ 2 പോളിസിയും ഒരേ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ പറയുകയാണ്, നമ്മൾ വെക്കുന്നത് ഇതല്ല. ഈയിടയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. തമിഴ്നാട്, കർണാടക, ബംഗാൾ മുതലായ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ അപ്പാടെ നടപ്പിലാക്കില്ല. ഞങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടേ അത് നടപ്പിലാക്കുകയുള്ളൂ. ഫെഡറൽ സംവിധാനത്തിൽ വിദ്യാഭ്യാസ ഫെഡറലിസത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് കൂടി അനുഗുണമായ രീതിയിൽ മാത്രമേ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞിട്ട് ബംഗാൾ അവരുടെ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. കർണാടക, തമിഴ്നാട്, കേരളം മാത്രമൊന്നുമില്ല. അപ്പൊ സത്യത്തിൽ കേരളം ധൃതി പിടിച്ച് ഈ ഇത്തരം സ്കൂൾ സമയമാറ്റം പോലും നമ്മുടെ സത്യത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ വെച്ചിട്ടുള്ള കാര്യമല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാ. ഞാനതിനെ നമ്മൾ കാണുന്ന ഒരു അക്കാഡമിക് കോണ്ടെക്സ്റ്റ് പറയാം. സ്കൂള് സമയമാറ്റത്തിന്റെ അക്കാഡമിക് കോണ്ടെക്സ്റ്റ് എന്താ?
കേരളം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സൊസൈറ്റി അല്ല. കേരളം ഒരു കളക്റ്റീവ് സൊസൈറ്റിയാണ്. 3-3.5 കോടി ആളുകൾ താമസിക്കുന്നു. ചെറിയൊരു പ്രദേശമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ പേരൻസ്, നമുക്ക് ക്രഷുകളില്ല, നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ആക്കാൻ സൗകര്യമില്ല. കേരളത്തിലെ ഏതാണ്ട് ഒരു 10-40 ലക്ഷം പേരെങ്കിലും കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി, 50 ലക്ഷം ആളുകൾ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന ആളുകളാണ്. ഈ കുഞ്ഞുങ്ങളെ രാവിലെ കൊണ്ടാക്കിയിട്ട് സ്കൂളാവണം അവരുടെ സുരക്ഷിത സാമൂഹിക കേന്ദ്രം. അവര് സുരക്ഷിത സാമൂഹിക കേന്ദ്രമാണ് സ്കൂൾ. അപ്പൊ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പണിക്ക് പോകുന്നു. വൈകുന്നേരത്ത് കുട്ടി വീട്ടിലെത്തുന്നു, പേരൻസും വീട്ടിലെത്തുന്നു. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിലെ സിസ്റ്റം ഇതായിരിക്കില്ല. ഫിൻലൻഡിൽ, US-ൽ ചിലപ്പോ 7:30 ക്ലാസ് ആരംഭിച്ച് 1:30 അവസാനിപ്പിക്കുക. ഇനി കുട്ടികളുടെ ഉച്ചഭക്ഷണം, കുട്ടികളുടെ സേഫ്റ്റി, ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ, ഇപ്പൊ ഇടുക്കി ജില്ല, വയനാട് ജില്ല, മലപ്പുറം ജില്ലയുടെ ഉൾപ്രദേശങ്ങൾ, എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വരുന്ന കുട്ടികളുണ്ട്. നമ്മുടെയൊക്കെ സ്കൂളുകളിലേക്ക് 50 കിലോമീറ്റർ സഞ്ചരിച്ച് വരുന്ന കുട്ടികൾ പോലും ഉണ്ട്. നമുക്ക് നെയ്ബർഹുഡ് സ്കൂളിംഗ് ഇല്ല, അയൽപക്ക സ്കൂളുകൾ എന്ന് പറയുന്ന കാഴ്ചപ്പാട് നമുക്കില്ല. കിലോമീറ്ററുകൾ വനത്തിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ സ്കൂളുകളിൽ എത്തുന്ന കുട്ടികളുണ്ട്. വനത്തിലൂടെ ഒരു 3-4-5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ബസ്സിൽ കയറി എത്തുന്ന കുട്ടി എത്ര മണിക്കാണ് ഇറങ്ങുന്നത്? 7 മണി കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, കുട്ടി 9 മണിക്കാണ് സ്കൂളിൽ എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ, എങ്ങനെയാണ് അവർ 7:30-ക്കുള്ള വിദ്യാഭ്യാസത്തിൽ ആർക്ക് എത്തിക്കാൻ പറ്റും? കാറുള്ള, സ്വന്തമായി വാഹനമുള്ള ആളുകൾക്ക് 7:30 കുട്ടിയെ സ്കൂളിൽ എത്തിക്കാം, 1:30 കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവാം. അപ്പൊ നമ്മൾ ഈ സ്കൂളിംഗ് ടൈം പോലും നമ്മൾ ചില സാമൂഹ്യമായ, സാംസ്കാരികമായ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് ഈ കുട്ടി രാവിലെ വൈകുന്നേരം വരെ സ്കൂളിൽ ഇരിക്കുന്നു എന്ന് വെച്ചാൽ പേരൻസിന് ആശ്വാസമാണ്, സ്വസ്ഥതയാണ്. കാരണം എന്റെ മകൾ സ്കൂളിലാണല്ലോ, സ്കൂൾ അവനെ പ്രൊട്ടക്ട് ചെയ്യും. സ്കൂളിന് പല പരിമിതികളും ഉണ്ടാവാം. സ്കൂൾ അവന് ഭക്ഷണം കൊടുക്കും, സ്കൂളിൽ അവനൊരു തലവേദന വന്നാൽ സ്കൂൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, സ്കൂൾ അവനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകും. അപ്പൊ സ്കൂള് സത്യത്തിൽ നമ്മുടെ വലിയൊരു സേഫ്റ്റി വാൽവാണ്. ആ സേഫ്റ്റി വാൽവിന്റെ ഘടനയെ റീസ്ട്രക്ചർ ചെയ്യുന്നത് കേരളത്തിന്റെ ഒരു സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ കോണ്ടെക്സ്റ്റിൽ അപകടകരമായിരിക്കും എന്നുള്ളതാണ് ഞാൻ സമയമാറ്റത്തിന്റെ ഒരു അക്കാദമിക തലം എനിക്ക് പറയാൻ. റൈറ്റ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം, നമുക്ക് വിശദമായി തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ തുടർ സമയങ്ങളിൽ, ഒരുപക്ഷെ ഇത് വിശദമായ ചർച്ചയ്ക്കൊക്കെ വരുന്ന ഘട്ടങ്ങൾ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടി വരും. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കും. ഞാനിപ്പോൾ സർക്കാരിൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഖാദർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ, ഓരോ നിർദ്ദേശങ്ങളും ചർച്ച ചെയ്ത് നടപ്പാക്കാൻ കഴിയാവുന്ന നടപ്പാക്കും എന്നുള്ളൊരു സ്റ്റാൻഡാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ആത്യന്തികമായിട്ട് പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ ഒരു പ്രശ്നമുള്ളതാണ് എന്ന് പറയേണ്ടി വരില്ലേ? അതായത് നമ്മൾ ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഈ വിധത്തിലായിരുന്നില്ല നമ്മൾ ഈ പഠനം നടത്തേണ്ടിയിരുന്നത് എന്നുകൂടിയാണോ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഇല്ലാത്ത ശത്രുവിനെ ഇരുട്ടത്ത് തപ്പുക എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ വൈക്കോൽ കുനയിൽ സൂചി തിരയുക എന്നൊക്കെ നമ്മൾ പറയും. അതായത് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ആ ഒരു കോണ്ടെക്സ്റ്റിലല്ല ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കം മുതലുള്ള രൂപീകരണവും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നിട്ടുള്ളത്. അതിന്റെ ദിശ മാറിപ്പോയി, അതിന്റെ വഴി തെറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്രയധികം കാലം, ദീർഘമായൊരു പീരീഡ്, 10 വർഷത്തിന്റെയൊക്കെ ഒരു പീരീഡ് എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഇറലവന്റ് ആയി പോകുന്നൊരു കാലമാണ്. അത് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേരളീയ സമൂഹത്തിൽ. അതിനുശേഷമാണല്ലോ കേരളത്തിൽ കോവിഡ് ഇഷ്യൂ വരുന്നു, പ്രളയം വരുന്നു, ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുമ്പോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കട്ട് ആൻഡ് പേസ്റ്റ് റിപ്പോർട്ട് പോലെ ആയിപ്പോയി. ഇത് 2007 വന്ന കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഡോക്യുമെന്റ് ആയിരുന്ന KCF 2007, അത് ആ നിലയിൽ കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് ഉള്ള, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആയി. അതിന്റെ ദുർബലമായ അനുകരണം, അതിന്റെ കട്ട് ആൻഡ് പേസ്റ്റ്, ഒരു അധ്യാപക സംഘടനയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കട്ട് ആൻഡ് പേസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് ഈ റിപ്പോർട്ടിൽ ഖാദർ കമ്മിറ്റിയുടെ 1-ാം ഭാഗത്തും 2-ാം ഭാഗത്തുമുള്ള അതേ സെന്റൻസ് അടക്കം ഇതിനു മുമ്പ് വന്ന KCF 2007 എന്ന് പറയുന്ന റിപ്പോർട്ടിലെയും വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിലെയും, അധ്യാപക സംഘടനയുടെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിലെയും അതേ സെന്റൻസ് അടക്കം
കമ്പിന് കമ്പ് ആവർത്തിക്കുകയും, ആവർത്തനം ഒരു അപരാധമാണെന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, ആവർത്തിക്കുകയും കോണ്ടെക്സ്റ്റുവൽ അല്ലാത്ത, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടിയിരുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഞാൻ ഒറ്റ കാര്യം, ഇതിൽ ദളിത് ആദിവാസി വിദ്യാഭ്യാസത്തെ കുറിച്ച് ഇതിൽ എന്ത് പറയുന്നു? നമ്മൾ പരിഗണിക്കേണ്ട കാര്യമായിരുന്നില്ലേ? എന്താണ് ഓരോ വർഷം കഴിയുന്നതോറും അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറത്തു പോകുന്നു, അവര് പഠനം ഉപേക്ഷിക്കുന്നു, നമ്മൾ ഡ്രോപ്പ് ഔട്ട് സിൻഡ്രോം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു. ഈ റിപ്പോർട്ടിൽ എവിടെയാണ് അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള, മലയോര മേഖലയാകാം, ആദിവാസി മേഖലയാകാം, കടലോര മേഖലയാകാം, മൈനോറിറ്റി, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി മേഖലയാവാം, നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ വിദ്യാഭ്യാസ മികവിനുള്ള റിപ്പോർട്ടിൽ ഇതിന്റെ മികവ് എങ്ങനെ ആർജിക്കാം എന്ന് നമ്മൾ ദേശീയ മത്സര പരീക്ഷകളെ നമ്മൾ പരാജയപ്പെടുന്നു, നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ എക്സൽ ചെയ്യാം, അത് സത്യത്തിൽ പ്രായോഗികമായ ഒരു കാര്യമല്ലേ? നമ്മൾ കുറെ ക്ലീശകളും ജാർഗണുകളും ഉപേക്ഷിക്കണം. ഈ കേരള വിദ്യാഭ്യാസത്തിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലീശകളും ജാർഗണുകളും അവസാനിപ്പിച്ചതിനു ശേഷം പ്രായോഗികമായി നമ്മൾ ഈ പ്രതലത്തിൽ നിന്നുകൊണ്ട്, ഈ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ആലോചിക്കണം, കേരളം എവിടെയാണ്, കേരളം എന്താണ് കേരളം നേരിടുന്ന ഇഷ്യൂസ്, കേരളത്തിലെ കുട്ടികൾ നേരിടുന്ന ഇഷ്യൂസ്, ഇതിന് നമുക്ക് ഒരു വിദ്യാഭ്യാസ മാറ്റത്തിലൂടെ എങ്ങനെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊരു ചിന്ത ഈ റിപ്പോർട്ടിൽ ഞാൻ കാണുന്നില്ല. ഇത് തുടക്കം മുതൽ ടേംസ് ഓഫ് റെഫറൻസിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം സർക്കാർ കൊടുത്ത ടേംസ് ഓഫ് റെഫറൻസിൽ മികവിനായുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് തന്നെയാണ് ഇതിന്റെ പേര്. പക്ഷെ ഈ മികവ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ചേഞ്ചിലൂടെ സത്യത്തിൽ വന്ന പാളിച്ച എന്താ? ആദ്യം ഈ കമ്മിറ്റി കൊടുക്കേണ്ടിയിരുന്നത് അക്കാദമികമായ ഭാഗം എന്ന രണ്ടാമത്തെ ഭാഗമായിരുന്നു. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ സ്ട്രക്ചറൽ ചേഞ്ചസ് എന്താണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി അക്കാദമികമായ സമീപനമായി. ഇത് അക്കാദമിക സമീപനമല്ല. നമ്മൾ ആദ്യം തന്നെ പ്രൊക്രൂസ്റ്റസിന്റെ കട്ടിൽ നിന്ന് ഗ്രീക്ക് മിത്തോളജി പറയുന്ന പോലെ കട്ടിലുണ്ടാക്കി വെച്ചിട്ട് ആളെ കിടത്തിയിട്ട് കട്ടിലിന് പാകപ്പെടുത്തി എടുക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാവും. ഒന്ന് വലിച്ചു നീട്ടേണ്ടി വരും, അല്ലെങ്കിൽ അടിച്ചു പരത്തേണ്ടി വരും. അതുണ്ടാക്കാവുന്ന പ്രതികരണങ്ങൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നോക്കൂ. ഇപ്പം 4 സബ്ജക്ട് ഉണ്ട് ഹയർ സെക്കൻഡറി, അത് 3 ആക്കണം എന്ന് പറയുന്നത്. കോർ സബ്ജക്ട് ആവണം, എന്നാലേ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ കഴിയൂ എന്നാണ് കമ്മിറ്റിയുടെ ശുപാർശ. അങ്ങനെയെങ്കിൽ ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, 90-കൾ മുതൽ കേരളത്തിൽ ഹയർ സെക്കൻഡറി ഉണ്ട്. 2024 നിന്നുകൊണ്ട് നമ്മൾ പറയുകയാണ് ഹയർ സെക്കൻഡറിയിൽ 3 സബ്ജക്ട്. ഏത് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഏത് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഏത് സ്റ്റഡി റിപ്പോർട്ടാണ് നമുക്ക് ഇതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വെക്കാനുള്ളത്? വെറുതെ നമ്മൾ ചുമ്മാ 4 സബ്ജക്റ്റിനെ 3 സബ്ജക്ട് ആക്കണം എന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അല്ലെങ്കിൽ അടുത്ത് പറയുകയാണ്, പിന്നെ ഇത്രയധികം സബ്ജക്റ്റുകൾ ആവശ്യമുണ്ടോ, എന്തിനാണ് ഇത്രയധികം സബ്ജക്റ്റുകൾ എന്നൊക്കെ ചോദിക്കുമ്പോ നമ്മൾ ഒരുപക്ഷെ ഞാനത് വായിച്ചപ്പോൾ, ആ സജഷൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, പണ്ട് പ്രീ ഡിഗ്രി കാലത്ത് നമ്മൾ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് 3 സബ്ജക്റ്റല്ലേ ഉണ്ടായുള്ളൂ. ആ ഓർമ്മയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ചൈന പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കോമ്പിനേഷൻസ്. ചൈനയിലൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, 3000-ലധികം കോമ്പിനേഷൻസ് ചൈനയിലെ ഈ സെക്കൻഡറി സ്റ്റേജിൽ, സെക്കൻഡറി എന്നായിരിക്കും ചിലപ്പോൾ അവർ വിളിക്കുന്നത്, അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി ഏത് പേര് വിളിച്ചാലും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഗുണം ഞാൻ കാണുന്നത്, ഞാൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പൊ ഹയർ സെക്കൻഡറി മേഖലയിൽ ജേർണലിസം ഒരു സബ്ജക്റ്റാണ്, ഗാന്ധിയൻ സ്റ്റഡീസ് ഒരു സബ്ജക്റ്റാണ്, സൈക്കോളജി ഒരു സബ്ജക്റ്റാണ്, ആന്ത്രോപോളജി ഒരു സബ്ജക്റ്റാണ്, ഫിലോസഫി ഒരു സബ്ജക്റ്റാണ്, പിന്നെ ജിയോളജി ഒരു സബ്ജക്റ്റാണ്, ജിയോഗ്രഫി ഒരു സബ്ജക്റ്റാണ്. ലോകത്ത് എങ്ങുമില്ലാത്ത വിഷയ വൈവിധ്യം ഈ മേഖലയിൽ. ഒരുപക്ഷെ ഈ ജേർണലിസം പഠിക്കുന്ന കുട്ടിയിൽ ഒരു സ്പാർക്ക് വീഴുകയാണ്. എനിക്കൊരു ജേർണലിസ്റ്റ് ആണ്. ആന്ത്രോപോളജി പഠിക്കുന്ന ഒരു കുട്ടി, നമുക്ക് വേറെ എവിടെ ആന്ത്രോപോളജി പഠിക്കാനുള്ള സംവിധാനം ഇല്ല. വേറെ ഒരുപക്ഷെ കോളേജിൽ ഇല്ലാത്ത കോമ്പിനേഷൻ പോലും ഇവിടെ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ആ നിലയിൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും എത്തിയ എത്രയെങ്കിലും കുട്ടികളെ എനിക്കറിയാം. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ എത്തിയ കുട്ടികളെ എനിക്കറിയാം. കോമ്പിനേഷൻ കുറയ്ക്കുമ്പോൾ എന്തുകൊണ്ട്, ഏത് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഏത് അനാലിസിസിന്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ നമ്മൾ പറയേണ്ടതുണ്ട്. എന്നാൽ
ചില റിപ്പോർട്ടുകൾ ഈ കമ്മിറ്റി കാണുന്നില്ല. ഏത് റിപ്പോർട്ട് കാണുന്നില്ല? പ്രഥമിന്റെ അസർ പഠന റിപ്പോർട്ട് ഇവർ കാണുന്നില്ല, ഒരു പരാമർശമില്ല. അതേസമയത്ത് നിപുൺ മിഷൻ സർവേ റിപ്പോർട്ട് ഇവർ കാണുന്നില്ല, അതിനെക്കുറിച്ച് പരാമർശമില്ല. നാഷണൽ അച്ചീവ്മെന്റ് സർവേയുടെ റിപ്പോർട്ട് ഇവർ കാണുന്നില്ല, അതിനെക്കുറിച്ച് പരാമർശമില്ല. പെർഫോമൻസ് ഇൻഡെക്സ് റിപ്പോർട്ട് ഇവർ കാണുന്നില്ല, അതിനെക്കുറിച്ച് പരാമർശമില്ല. ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ കാണുന്നില്ല, അതിനെക്കുറിച്ച് പരാമർശമില്ല. എഴുത്തിലെയും വായനയിലെയും ഗണിതത്തിലെയും പ്രശ്നങ്ങൾ അവർ കാണുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ നമ്മുടെ മുന്നിൽ കയറി പോകുന്നത് അവർ കാണുന്നില്ല. ഡൽഹിയും പഞ്ചാബ് ഹരിയാനയിലേക്ക് അധ്യാപകർക്ക് IIT-യിലും IIM-ലും NIT-യിലും ഒക്കെ അയച്ച് പരിശീലനം നൽകുന്നത് ഇവർ കാണുന്നില്ല. അപ്പൊ ഇവര് കാണുന്ന കാഴ്ചകൾ അവർക്ക് കാണേണ്ട കാഴ്ചകൾ മാത്രമാണ്. അത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന് കാണേണ്ട കാഴ്ചകളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒന്നാമത്, ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട റിപ്പോർട്ട് തയ്യാറാക്കുന്ന 3 പേർ, ഒരു 3 പേർ ചേർന്നാണോ? അതിൽ ഖാദർ സാർ, ഓക്കെ, അദ്ദേഹം കരിക്കുലം നാഷണൽ NCERT-യുടെ കരിക്കുലം ഹെഡായിരുന്നു. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള വൈദഗ്ധ്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇതൊരു നമ്മുടെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയത് എത്രയോ വലിയ കമ്മിറ്റിയാണ്, എത്രയോ രാജ്യങ്ങളുടെ പങ്കാളിത്തം, എത്രയോ അക്കാദമിക വിദഗ്ധരുടെ പങ്കാളിത്തം. അതിനെയൊക്കെ നമ്മൾ ഒരു 3 പേരുടെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് മറികടക്കുക എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അതിലെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ഹാഫ് കുക്ക്ഡ് ആണ്. പകുതി ബന്ധ ആശയങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്ലീശകളും ജാർഗണുകളും കൊണ്ട് കുത്തി നിറക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിന്റെ ഫോക്കസ് തുടക്കത്തിലെ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന വലിയ അപാകതകളിൽ. റൈറ്റ്. ഖാദർ കമ്മിറ്റി ശുപാർശകളിന്മേൽ സർക്കാർ അത് ഒരുപക്ഷെ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നേക്കാം, അല്ലെങ്കിൽ പൊതു സംവാദങ്ങൾക്ക് കൂടുതൽ വിധേയമായേക്കാം. ആ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ സർക്കാർ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കാൻ പോകുന്നത് എന്നൊക്കെ വരുമ്പോൾ കൂടുതൽ ചർച്ചകളിലേക്ക് ഒക്കെ പോയേക്കാം. പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഗവൺമെൻറ് ഇത് മികവിനെക്കുറിച്ചാണ് പഠിക്കാൻ നിർദ്ദേശിച്ചതെങ്കിൽ ആ മികവ് ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിലുള്ള നിർദ്ദേശങ്ങളാണോ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്? പ്രായോഗികമായ ഘടനാപരമായ മാറ്റങ്ങൾ മാത്രം കൊണ്ട് നമ്മൾ പുതിയ കാലത്തേക്ക് ചുവടുവയ്ക്കുന്ന കുട്ടികൾക്ക് വേണ്ട മികവ് കൈവരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന വളരെ ഗൗരവമുള്ള ചോദ്യം ബാക്കിയാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.